ഹിന്ദി ശിക്ഷ ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വീർ ബഹൂട്ടി എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. വീർ ബഹൂട്ടി എന്ന പാഠം മനോഹരമായ ഒരു കഥയാണ്. അതിലെ 2 ഭാഗങ്ങളിലായി നമ്മൾ പഠിച്ചത് മഴക്കാല വർണ്ണനകളും വീർ ബഹൂട്ടിയുടെ സവിശേഷതകളും, പിന്നെ പാഠത്തിലെ 2 കഥാപാത്രങ്ങളായ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേലയും സാഹിലും സ്കൂളിൽ പോകുമ്പോഴുള്ള അവരുടെ സംഭാഷണവും, വീർ ബഹൂട്ടിയെ അന്വേഷിക്കുന്നതും അവയെ പെറുക്കിയെടുക്കുന്നതും, കടയിൽ മഷി നിറക്കാൻ പോകുന്നതും, പിന്നെ ഫുലേറ ജംഗ്ഷനെ കുറിച്ചുള്ള വർണ്ണനയും, ബേലയുടെയും സാഹിലിന്റെയും സൗഹൃദത്തെ കുറിച്ചുള്ള വർണ്ണനയും, പിന്നെ ഗണിതാധ്യാപകനായ സുരേന്ദർജിയുടെ കുട്ടികളോടുള്ള പെരുമാറ്റവും, ഇതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇനി നമുക്ക് പാഠത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദർജി, ഗണിതാധ്യാപകൻ, മാട്ട് സാബ് എന്ന് പറയുന്നത് മാസ്റ്റർ അധ്യാപകൻ എന്നാണ്. അപ്പൊ സുരേന്ദർജി എന്ത് ചെയ്തു? ബേലാക്കെ ബാലോമേം, ബേലയുടെ മുടിയിൽ, ബാൽ എന്ന് പറഞ്ഞ മുടിയിൽ പഞ്ച ഫസായ, മുടിയിൽ പിടിച്ചു. പഞ്ച ഫസ്ന എന്ന് പറഞ്ഞാൽ കൈകൊണ്ടിങ്ങനെ മുടി പിടിക്കുക. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी नहीं. അപ്പോൾ पर शायद जिस गलती को पाकर എന്നാൽ ഒരു പക്ഷേ ഏത് തെറ്റിനെ കണ്ടിട്ടാണോ വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കനെ വാലേ ഥേ, അദ്ദേഹം അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളിയിരുന്നത്. വ ഗൽത്തി ഥി ഹി നഹി, അത് തെറ്റേ ആയിരുന്നില്ല, തെറ്റില്ലാതെയാണ് അദ്ദേഹം അവളുടെ മുടിയിൽ പിടിച്ചത്. ഉन्होंने बेला को छोड़ दिया, അത് തെറ്റല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ബേലയുടെ മുടി പിടിച്ചതിന് വിട്ടു. छोड़ दिया എന്ന് പറഞ്ഞാൽ വിടുക, ഉപേക്ഷിക്കുക. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ഇതെല്ലാം ക്ലാസ്സിൽ നിന്നാണല്ലോ. അപ്പോൾ ബേലയുടെ ഭയഭീത് ചെഹരെ, ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയാ ഥ, സാഹിലും അതേപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്നെ ദേഖാ കി ബേലാ കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഥേ, അവൻ കാണുന്നുണ്ടായിരുന്നു, സാഹിൽ കാണുന്നുണ്ടായിരുന്നു എന്ത്? ബേലാ കെ പാവ്, ബേലയുടെ കാലുകൾ അഭീഭി കാമ്പ് രഹേ ഹെ, ഇപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈസേ വ ഘടേ ഘടേ അഭി ഗിർ ജായേഗി, അത് കാണുമ്പോൾ, ആ കാലുകൾ വിറക്കുന്നത് കാണുമ്പോൾ അവൾ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വീഴുമെന്ന് തോന്നിപ്പോകുമായിരുന്നു. അത്രയും പേടിച്ചിട്ടാണ് ബേല ഉള്ളത്. സുരേന്ദർജി മാട്ട് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ആ ഗണിതാധ്യാപകനായ സുരേന്ദർജി എന്ത് ചെയ്തു? അവളുടെ നോട്ട്ബുക്ക്, കോപ്പി എന്ന് പറയുന്നത് നോട്ട്ബുക്കാണ്, നോട്ട്ബുക്കിനെ ഉസ്കെ ബൈഠ്നെ കി ജഗഹ പർ, അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഫേങ്ക്തേ ഹുയേ കഹ, എറിഞ്ഞുകൊണ്ട്, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ബൈഠ് അപ്പനി ജഗഹ പർ, തന്റെ സ്ഥലത്ത് പോയി ഇരിക്ക് എന്ന് അവളോട് പറഞ്ഞു, ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കാം. बेला का मन बहुत खराब हो गया, माट साहब चाहे उनसे पीट लेते मगर साहिल के सामने नहीं. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ മനസ്സ് വളരെയധികം വിഷമിക്കുക. എന്തിനാണ്? മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ, സാറിനാണെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, പീട്ടിലേന അടിക്കുക. മഗർ സാഹിൽ കെ സാമനെ നഹി, എന്നാൽ സാഹിലിന് മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ ഖുദ് കോ शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि
वह साहिल के नजर में बहुत अच्छी है. वह साहिल के सामने, അവൾ സാഹിലിന് മുന്നിൽ खुद को स्वयं शर्मिंदा महसूस कर रही थी. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ നാണക്കേട്, മഹസൂസ് കർണ അനുഭവിക്കുക. അവൾക്ക് സാഹിലിന് മുന്നിൽ വളരെയധികം നാണക്കേടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വൽ ജാൻതി ഥി കി അവൾക്കറിയാമായിരുന്നു, വൽ സാഹിൽ കി നസർ മേ അവൾ സാഹിലിന്റെ ദൃഷ്ടിയിൽ, നസർ ദൃഷ്ടി, बहुत अच्छी है വളരെ നല്ല കുട്ടിയായിരുന്നു. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई എപ്പോഴാണ് അവൾ അവന്റെ അടുത്ത് പോയി ഇരുന്നത് അപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई क्यों? അതിന്റെ അർത്ഥം അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? സാഹിലിന്റെ മുന്നിൽ വെച്ചാണ് ഗണിതാധ്യാപകൻ അവളെ ശിക്ഷിച്ചത്. അപ്പോൾ അത് സാഹിലിന്റെ മുന്നിൽ വെച്ചായതുകൊണ്ട് സാഹിലിന്റെ ദൃഷ്ടിയിൽ ബേല ഒരു നല്ല കുട്ടിയാണ്. അപ്പോൾ അതാണ് അവൾക്ക് നാണക്കേടുണ്ടാവാൻ കാരണം. അടുത്തത്, दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദീപാവലി ദിവസം, ദീപാവലിക്ക് അവധിയാണല്ലോ, ദീപാവലിയുടെ അവധി കഴിഞ്ഞ്, छुट्टी എന്ന് പറഞ്ഞാൽ അവധി കഴിഞ്ഞതിന് ശേഷം ജബ് സ്കൂൾ ഖുലാത്തോ എപ്പോഴാണ് സ്കൂൾ തുറന്നത് അപ്പോൾ ബേലാക്കി സിർ പർ സഫേദ് പട്ടി ബാന്ധി ഥി ബേലയുടെ തലയിൽ സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വെളുത്ത ബാൻഡേജ് തലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. कोई उसे होए होए सफेद पट्टी कर रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. कोई उसे ആരൊക്കെയോ അവളെ होए 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 सफेद पट्टी ഹോയ് 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 വെളുത്ത തുണി കൊണ്ട് കെട്ടിയവളെ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചിലർ സുൽത്താന ഡാക്കു കൊള്ളക്കാരിയുടെ രാജ്ഞി, സുൽത്താന എന്ന് പറഞ്ഞാല് രാജ്ഞി എന്നാണ്, ഡാക്കു കൊള്ളക്കാരിയായ രാജ്ഞി എന്നെല്ലാം പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കാറുണ്ടായിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. അപ്പോൾ അവളുടെ തലയിൽ ഈ ബാൻഡേജ് കെട്ടിയത് കണ്ടിട്ട് സാഹിലിന് വളരെ വിഷമമായി. സാഹിൽ ചോദിച്ചു, ഇതെന്താണ് പറ്റിയത് ബേല എന്ന് വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു. പരേശാൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നാണ്. ഛത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയെ കഹാ और कहा बहुत दिन हो गए आज घेलखंडी में गांधी चौक में लंगड़ी टांग खेलेंगे. അപ്പൊ അവൾ എന്താണ് പറഞ്ഞത്? ഛത്ത് സേ ഗിർ ഗയി. ഇത് ഛത്ത് എന്ന് പറഞ്ഞ മേൽക്കൂര, വീട്ടിന്റെ മുകളിൽ നിന്നും വീണതാണ് എന്നവൾ ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗയെ, ഇത് കുറെ ദിവസങ്ങളായി. ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ്ക് കേലെങ്കെ, ഇന്ന് നമുക്ക് കളിയുടെ പീരീഡ്, ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാല് PT പീരീഡിൽ നമുക്ക് ഗാന്ധി ചൗക്കിൽ ലംഗടി ടാങ്ക് ഖേൽന എന്ന് പറഞ്ഞാൽ ഒരു കാലമടക്കി ഇങ്ങനെ നീങ്ങി തുള്ളിക്കൊണ്ട് ചാടി പോകുന്നതാണ്. കാലമടക്കി ചാടി പോകുന്ന ഒരു കളിയാണ് ലംഗടി ടാങ്ക് ഖേൽന എന്ന് പറഞ്ഞത്. അപ്പൊ ആ കളി കളിക്കാം എന്ന് ബേല സാഹിലിനോട് പറഞ്ഞു. നഹീം ഖേലെങ്കെ തോ സിർനെ ഫിർസെ ലഗ് ജായേഗി തോ, വേണ്ട കളിക്കണ്ട, നിന്റെ തലയിൽ ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ആയാലോ എന്ന് പറഞ്ഞു. സാഹിൽ പറഞ്ഞു. നഹീം ലഗേഗി, ഒന്നും ആവില്ല, അല്ലെങ്കിൽ ഒന്നും കൊള്ളില്ല. ലഗ്ന അല്ലെങ്കിൽ തറക്കുക, കൊള്ളുക എന്നെല്ലാമുള്ള അർത്ഥമാണ്. ബേലാനെ ജിദ്ക്കി, ബേലയാണെങ്കിൽ വാശി പിടിച്ചു അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചു. ജിദ് എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക അല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കുക എന്നുള്ള അർത്ഥം.
और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लंगड़ी टांग खेले. എന്നിട്ട് വേ ഹമേശാക്കി തര അവർ ബേലയും സാഹിലും എപ്പോഴത്തെയും പോലെ സാരേ ബച്ചോം കെ സാത്ത് എല്ലാ കുട്ടികളോടുമൊപ്പം ഗാന്ധി ചൗക്ക് കി ബാലൂമേ ഗാന്ധി ചൗക്കിലെ മണലിൽ ബാലു എന്ന് പറഞ്ഞ മണലിൽ പൂരി ഖേൽഖണ്ഡി പി.ടി. പീരീഡ് മുഴുവൻ കളിയുടെ പീരീഡ് മുഴുവൻ ലംഗടി ടാങ്ക് ഖേലെ കാല് മടക്കിയിട്ടുള്ള കളി കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इन बच्चों को ഈ കുട്ടികൾ अपने चारों ओर खेलते देखकर തന്റെ ചുറ്റിലും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജി की मूर्ति ഗാന്ധിജിയുടെ പ്രതിമ മൂർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമ എന്നാണ് അർത്ഥം. ऐसी दिखाई पड़ती है ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ കാണപ്പെട്ടു? जैसे और समय से कुछ अधिक मुस्कुरा रही हो മറ്റു സമയങ്ങളുടേതിനേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നതായി തോന്നിച്ചു. അപ്പോൾ ഇവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ കളി കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ പോലും ചിരിക്കുന്നതായി തോന്നിച്ചു. പറഞ്ഞാൽ അത്രയ്ക്കും അവരുടെ ആ ഒരു ഇഷ്ടം, അവരുടെ ആ ഒരു സൗഹൃദം ആണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഇതിന്റെ ആശയം എന്താണ്? എപ്പോഴത്തെ കാളിലും കൂടുതൽ ഗാന്ധിജിയുടെ പ്രതിമ ചിരിക്കുന്നതായി കാണപ്പെട്ടു അല്ലെങ്കിൽ ചിരിക്കുന്നതായി തോന്നിച്ചു എന്ന് പറയാൻ കാരണം അവൾക്ക് വയ്യാഞ്ഞിട്ട് കൂടി, അവൾക്ക് തലയില് പരിക്കുണ്ടായിട്ട് കൂടി അവർ കളിക്കാൻ വിട്ട സമയത്ത് മറ്റുള്ള കുട്ടികളോടൊപ്പം രണ്ടുപേരും ഒന്നിച്ച് കളിക്കാൻ പോയി. അപ്പൊ അവരുടെ ആ ഇഷ്ടവും സൗഹൃദവും അതെല്ലാം കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ പോലും ചിരിക്കുന്നതായി തോന്നിക്കുന്നു എന്ന് പറയുന്നത് ആ അടുപ്പത്തെയാണ്. അടുത്തത് रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. ഇനി ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു കാര്യം പറയാണ്. രവിവാർ കാ ദിൻ ഥ ഞായറാഴ്ച ദിവസമായിരുന്നു. രവിവാർ ഞായറാഴ്ച. സാഹിൽ अपने घर में തന്റെ വീട്ടിൽ नीम के पेड़ की डाली पकड़कर നീം കാ പേട് എന്ന് പറഞ്ഞാൽ വേപ്പ് മരമാണ്, ആര്യവേപ്പ്, അതിന്റെ മരം. അപ്പൊ ആ വേപ്പ് മരത്തിന്റെ ഡാലി പകഡ്കർ അതിന്റെ ചില്ല, അതിന്റെ ശാഖ പിടിച്ചിട്ട് ഝൂം രഹാ ഥാ ആടുകയായിരുന്നു. ഏക് സ്റ്റൂൽ പർ ചഡ്കർ ഝൂൽത്താ ഥാ അവൻ അതിന്റെ ശാഖ എത്തുന്നില്ലായിരുന്നു. അപ്പോൾ അതിന്റെ താഴെ സ്റ്റൂൾ വെച്ചുകൊണ്ടാണ്, സ്റ്റൂളിൽ കയറിയിട്ടാണ് ഇതിന്റെ ശാഖ പിടിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റൂൽ പെർ ചടുക്കർ ഝൂൽത്താ ഥ അവൻ സ്റ്റൂളിൽ കയറിയിട്ട് ആടുകയായിരുന്നു. ചഡ്ന എന്ന് പറഞ്ഞാൽ കയറുക, ഝൂൽന എന്ന് പറഞ്ഞാൽ ആടുക. അചാനക് ടൂട്ടേ സ്റ്റൂൽ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ടൂട്ടേ സ്റ്റൂൽ കി ആ സ്റ്റൂൾ പൊട്ടിയതാണ്. ടൂട്ടന എന്ന് പറഞ്ഞാൽ പൊട്ടുക. ടൂട്ടേ സ്റ്റൂൽ കി ആ പൊട്ടിയ സ്റ്റൂലിന്റെ ഏക് കീൽ ഒരു ആണി സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി സാഹിലിന്റെ പിണ്ടലി എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് താഴെയായി പിന്നിലുള്ള ആ മാംസളമായ ഭാഗമാണ് പിണ്ടലി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭാഗത്ത് തറച്ചു. 1 ഇഞ്ച് ഗഹര ഗഡ്ഢ ഹോ ഗയ 1 ഇഞ്ച് ആഴമുള്ള കുഴി ഉണ്ടായിരുന്നു ഈ ആണി തറച്ചത്. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധവാനെ കെ ലിയെ ലേ ജായാ ഗയ. ഉസേ അവനെ സാഹിലിനെ സർക്കാരി അസ്പതാൽ മേ സർക്കാരി ഗവൺമെന്റ് സർക്കാർ അസ്പതാൽ ആശുപത്രി. അപ്പൊ സർക്കാരി
ആശുപത്രിയിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പട്ടി ബന്ധവാനെ കേലിയെ, ഇത് ബാൻഡേജ് കെട്ടാൻ വേണ്ടി. പട്ടി ബന്ധവാന എന്ന് പറഞ്ഞാൽ അതിന് കോട്ടൺ വെച്ച് കെട്ടുക, അതിന് ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി ദോ ലോഗോं को छोड़कर आगे बेला खड़ी है. उसने देखा कि അവൻ കണ്ടു എന്തെന്നാൽ ദോ ലോഗോं को छोड़कर രണ്ട് ആളുകൾക്ക് മുമ്പിലായി, ആകെ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ബേല ഖടി ഹെ ബേല നിൽക്കുന്നുണ്ട്. സിർമേൻ പട്ടി ബന്ധവാനെ ആയി ഹെ. അപ്പൊ ബേലയുടെ തലയിൽ മുറിവുണ്ടല്ലോ, അപ്പൊ ബേല വന്നത് എന്തിനായിരിക്കും? ആ ബാൻഡേജ് അഴിച്ച് കെട്ടാൻ വേണ്ടിയാണ്. स्कूल आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में. स्कूल आते जाते हुए स्कूलिലേക്ക് വരുമ്പോഴും പോകുമ്പോഴും, കക്ഷാമേ കൈ ദിനം തക് ക്ലാസ് മുറിയിലും കുറേ ദിവസങ്ങൾ വരെ, കൈ ദിനം തക് കുറേ ദിവസങ്ങൾ വരെ, ദോ ഏസേ ബച്ചേ ദിഖായി ദേത്തെ രണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കാണപ്പെട്ടു. എങ്ങനെയുള്ള കുട്ടികളെ? ജിസ്മേൻ സേ ഏക് കി സിർ പർ പട്ടി ബന്ധി ഹോത്തി ഔർ ഏക് കി പിണ്ടലി മേ. രണ്ട് കുട്ടികളും ഇങ്ങനെ പരിക്ക് പറ്റിയ രണ്ട് കുട്ടികൾ അല്ലെ, ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്, മറ്റൊരാളുടെ പിണ്ടലി കാൽമുട്ടിന് താഴെയായി ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെയാണ് എപ്പോഴും കുറെ ദിവസങ്ങൾ വരെ അങ്ങനെ തന്നെ കാണാനിടയായി. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. അപ്പോൾ ഇവരുടെ സൗഹൃദം, ഇവർ നല്ല സൗഹൃദത്തിലാണല്ലോ, എപ്പോഴും ഒന്നിച്ചു കളിക്കും, അടുത്തടുത്തായി ഇരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് കുട്ടികളും എപ്പോഴും ഒന്നിച്ചാണ്. അപ്പൊ ഈ രണ്ട് വെള്ള തലയിലും വെള്ള കെട്ടുള്ള രണ്ടുപേരും എപ്പോഴും എല്ലായിടത്തും ഒന്നിച്ചു തന്നെ കാണപ്പെട്ടു. പാഞ്ചവീം കക്ഷാ കാ റിസൾട്ട് ആ ഗയാ, दोनों छड़ी में आ गए. ये स्कूल पांचवीं तक ही था. पांचवीं कक्षा का रिजल्ट आ गया. പാഞ്ചവീം അഞ്ചാമത്തെ, അപ്പൊ 5ാം ക്ലാസ്സിലെ കക്ഷ ക്ലാസ്, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ലാസ്റ്റ് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വന്നു. അപ്പോൾ ഈ ബേലയും സാഹിലും പഠിക്കുന്നത് രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദോനോ ചെടി മേ ആകെ, അപ്പൊ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. ചെടി 6ാമത്തെ, 6ാം ക്ലാസ്സിലേക്ക് എത്തി രണ്ടുപേരും. ഈ സ്കൂൾ പാഞ്ചവീം തക് ഹി ഥ. എന്നാൽ ഇവർ പഠിക്കുന്ന സ്കൂളിൽ 5ാം ക്ലാസ് വരെയേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ, ബേലാനെ പൂച്ച. അപ്പൊ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ബേല എന്താണ് ചോദിച്ചത് സാഹിലിനോട്? സാഹിൽ, ഇനി നീ എവിടെയാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച. അപ്പൊ സാഹിലും ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്ന് സാഹിലും ചോദിച്ചു. മേരെ പപ്പ കഹ് രഹേ ഥേ കി തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായേംഗെ और तुम. അപ്പൊ ബേല എന്താണ് പറഞ്ഞത്? അതിന് മറുപടിയായി ബേല പറഞ്ഞു, എന്റെ അച്ഛൻ, മേരെ പപ്പ, അച്ഛൻ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായേംഗെ, നിന്നെ രാജകീയ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ്, സർക്കാർ ഗേൾസ് സ്കൂൾ, കന്യാ പാഠശാല എന്ന് പറഞ്ഞാല് ഗേൾസ് സ്കൂളാണ്. അപ്പോ സർക്കാർ ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോ എന്ന് ചോദിച്ചു. മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേംഗെ, മുझे അഗലേ സാൽ അജ്മേർ भेज देंगे. वहां एक हॉस्टल है घर से दूर, वहां अकेला रहूंगा. അപ്പൊ എന്താണ് പറഞ്ഞത്? സാഹിൽ എന്താണ് പറഞ്ഞത്? മുझे അഗലേ സാൽ, എന്നെ അടുത്ത വർഷം, അകലെ എന്ന് പറഞ്ഞാൽ അടുത്ത, സാൽ വർഷം, എന്നെ അടുത്ത വർഷം, അജ്മേർ സ്ഥലം,
അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഭേജ് ദേങ്കെ അയക്കും, ഭേജിന് അയക്കുക. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഘർ സേ ദൂർ വഹാം അകേല രഹൂങ്ക, വീട്ടിൽ നിന്നും വളരെ അകലെയാണ് അത്. വഹാം അകേല രഹൂങ്ക, അവിടെ ഒറ്റയ്ക്ക് താമസിക്കും എന്ന് സാഹിൽ പറഞ്ഞു. അപ്പോൾ ഇവർ എന്താണ് സംസാരിക്കുന്നത്? ഇവിടെ രണ്ടുപേരുടെയും സംഭാഷണമാണ് അല്ലെ. റിസൾട്ട് വന്നതിന് ശേഷമുള്ള, പിന്നെ 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് മാറുമ്പോഴുള്ള അവർ രണ്ടുപേരും 2 സ്കൂളിലായി, വേറെ സ്കൂളിലാണ് അവര് വേർപിരിയുകയാണ്. അപ്പൊ ഇനി ആ സൗഹൃദം നിലനിർത്താൻ അവർക്ക് കഴിയില്ല. അതാണ് അപ്പോ ആ ഒരു വേറെ സ്കൂളിലാവുമ്പോഴുള്ള ആ ഒരു വിഷമമാണ് അതില് രണ്ടുപേരും പറയുന്നത്. വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത് രണ്ടുപേരും. ഇനി എവിടെയാണ് പഠിക്കുന്നതെന്ന് രണ്ടുപേരും തമ്മിൽ ചോദിക്കുകയാണ്. അപ്പോൾ ബേല സർക്കാർ ഗേൾസ് സ്കൂളിലും സാഹിൽ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഹോസ്റ്റലിൽ നിന്നുമാണ് പഠിക്കുന്നത്. ക്യോം സാഹിൽ, അതെന്തിനാ സാഹിൽ? പതാ നഹി ക്യോം, അതെന്തിനാണെന്ന് അറിയില്ല. പതാ നഹി എന്ന് പറഞ്ഞാൽ അറിയില്ല, എന്തിനാണെന്ന് അറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേറ മേം ഹി നഹീ രഹോഗെ. അപ്പോൾ തോ യാനിക്ക്, അപ്പോൾ അതിന്റെ അർത്ഥം, യാനി എന്ന് പറഞ്ഞാൽ അതായത്, നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം, അബ് തും ഫുലേറ മേം ഹി നഹീ രഹോഗെ, ഇപ്പോൾ നിങ്ങൾ ഫുലേറയിൽ താമസിക്കില്ലേ, ഉണ്ടാവില്ലേ എന്നാണ്. നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന, ഇല്ല നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് കാണട്ടെ. റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് കാർഡാണ്, മാർക്ക് ലിസ്റ്റ്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ और ബേല സാഹിൽ കാ. രണ്ടുപേരും, ബേലയും സാഹിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ മാർക്ക് ലിസ്റ്റ് തമ്മിൽ നോക്കുകയാണ് രണ്ടുപേരും. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂകർ ദേഖ് രഹേ थे. आज आखिरी बारी वे एक दूसरे की कोई चीज को छूकर देख रहे थे. आज ഇന്ന് ആഖിരി ബാരി അവസാനത്തെ അവസരമാണ്. ബാരി എന്ന് പറഞ്ഞാൽ അവസരം, ആഖിരി അവസാനത്തെ. വേ ഏക് ദൂസരേക്ക് അവർ ഒരാള് മറ്റൊരാളുടെ, കോയി ചീസ് കോ ഒരു സാധനങ്ങളിൽ വസ്തുക്കളിൽ തമ്മിൽ ഛൂക്കർ ദേഖ് രഹേ थे സ്പർശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ അവസരമാണ്. അവർ റിസൾട്ട് വന്നു, ഇനി സ്കൂളിലേക്ക് പോകണ്ടല്ലോ. അപ്പൊ അവർ ഇനി വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ആ അവസരത്തിൽ അവർ അവസാനമായിട്ടാണ് അവര് മാർക്ക് ലിസ്റ്റ് തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുന്നത്. തുമാരി ആഖ്മേ ആൻസു ക്യോം ആ രഹേ ഹേ ബേല, ബേലയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നത് എന്തിനാണ് ബേല എന്നുവെച്ചാൽ കരയുന്നത് എന്തിനാണ്? മുझे क्या पता. അപ്പോൾ ബേല പറയുകയാണ് മുझे क्या पता, എനിക്ക് എങ്ങനെ അറിയാം. ബേലാനെ ഡബ് ഡബായി ആഖോं से हंसते हुए कहा. എങ്ങനെയാണ് അത് ബേല പറഞ്ഞത്? ഡബ് ഡബായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന, കണ്ണുനീര് വന്ന് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ, ഹസ്തേ ഹുയെ കഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ കണ്ണുനീര് വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, എന്നാലും ആ സങ്കടം ഒതുക്കി ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു. സാഹിൽ की आंखें बीरबहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें. रोनी सूरत साहिल, रोनी सूरत साहिल. അപ്പോൾ സാഹിലിന്റെ കണ്ണുകൾ എങ്ങനെയാണ്? സാഹിൽ की आंखें बीरबहुटी की तरह. ബീർബഹുട്ടി എന്ന് ആണ് നമ്മളുടെ പാഠത്തിന്റെ പേരല്ലേ. അപ്പൊ ബീർബഹുട്ടിയെ പോലെ ചുവന്നിട്ടാണെന്ന് പറയാൻ കാരണം അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു ആ ബീർബഹുട്ടി അല്ലെങ്കിൽ ഇന്ദ്രഗോപം എന്ന് പറയുന്ന ആ ചുവന്ന ജീവിയെ. അപ്പൊ ആ ചുവന്ന ജീവികളോടാണ് സാഹിലിന്റെ കണ്ണുകളെ ഉപമിച്ചിട്ടുള്ളത്. അത്രയ്ക്കും ചുവന്നിട്ടുണ്ട് സാഹിലിന്റെ കണ്ണുകൾ. അരുണിൽ ബാരിഷ് കി ബൂന്തോं सा पानी भर गया था. ബാരിഷ് മഴ, മഴത്തുള്ളികൾ പോലെ, ഓരോ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് പോലെ, മഴത്തുള്ളികൾ പോലെ
വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേല കവനെ ലഗി, ഇത് കണ്ടിട്ട് ബേല പറഞ്ഞു, നീ ചിഠാവും അബ് തുമേ, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കട്ടെ. ചിഠാവും എന്ന് പറഞ്ഞാല് ദേഷ്യം പിടിപ്പിക്കുക, കളിയാക്കുക എന്നും പറയും, കളിയാക്കുക എന്നും പറയാം. ഇപ്പൊ കരയുന്നത് കൊണ്ട് സാഹിലിനും കരച്ചിൽ വരുന്നുണ്ട്, ബേലയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഞാനിപ്പൊ കളിയാക്കും. രോനി സൂരത് സാഹിൽ എന്ത് പറഞ്ഞിട്ടാണ് കളിയാക്കട്ടെ എന്ന് പറയുന്നത്? സാഹിൽ കരയുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കട്ടെ എന്ന് ബേല പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേർക്കും സ്കൂൾ വിട്ട് പോകുന്നതിനുള്ള വിഷമവും ഉണ്ട്. പിന്നെ അവർ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്. ബാരിഷേം ആനേമേം ഡേറ്റ് മഹീന ബാക്കി ഥാ, ലേക്കിൻ ये बारिशों से पहले की बारिश का एक दिन था. बारिशें आने में डेढ़ महीना बाकी था. അപ്പൊ മഴ വരുന്നതിന് ഡേറ്റ് മഹീന, ഡേറ്റ് ഒന്നര പറയുന്നതാണ് ഡേറ്റ് എന്ന്. 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിശോं से पहले की बारिश का एक दिन था. എന്നാൽ യഹ് ബാരിശോं से पहले, ഇത് മഴയ്ക്ക് മുമ്പേ വരുന്ന, മഴക്കാലത്തിന് മുമ്പേ മഴ വരാറുണ്ട് അല്ലെ, വേനൽ മഴയായി വരാറുണ്ട്. അപ്പൊ ആ മഴയ്ക്ക് മുമ്പേ വരുന്ന മഴയുടെ ഒരു ദിവസമായിരുന്നു. ആസ്മാൻ ഘടായേം ഘിരി ഥി, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പൊ ആകാശത്തിൽ ഘടായേം മേഘങ്ങൾ, ഘട മേഘം, ഘിരി ധി, അപ്പോ ആകാശത്ത് ഇങ്ങനെ മേഘങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ധൂൾ ഭരി തേജ് ഹവായെ ചൽ രഹി ധി, പിന്നെ എങ്ങനെയുള്ളതാണ്? കാറ്റിനാണെങ്കിൽ ധൂൾ ഭരി, ഇങ്ങനെ പൊടി പടലങ്ങൾ നിറഞ്ഞ, ധൂൾ എന്ന് പറഞ്ഞാൽ പൊടി, തേജ് ഹവായെ വളരെ ശക്തിയിൽ വരുന്ന, വേഗതയിൽ വരുന്നതാണ് കാറ്റ്. വേഗതയിൽ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കും. പാനി ബർസ് രഹാഥ, മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെ ഈ വേർപിരിയുന്ന ആ ദിവസം മഴയും ഇതുപോലെ ഒരു അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? കാർമേഘങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അപ്പൊ ഇവർക്കും അതുപോലെ, ഇവരുടെ ജീവിതത്തിലും അതുപോലെ ദുഃഖമുള്ള സമയമാണ്. അപ്പോൾ അതേപോലെയാണ് കാലാവസ്ഥയും, അതുപോലെ തന്നെ മേഘങ്ങൾ ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുന്നു. അന്തരീക്ഷം തന്നെ അത്ര നല്ലതായിരുന്നില്ല. അടുത്തത്, ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലി മേ പാഞ്ച്വീം സെ ഛടീം മേ ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. ഇവരുടെ ആ സ്ഥലത്തിന്റെ പേര് ഫുലേറ ജംഗ്ഷനെ പറ്റി നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുലേറ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പട്ടണമാണ്. അപ്പൊ ആ ഒരു ചെറിയ പട്ടണത്തിൽ അവിടെയുള്ള കാലാവസ്ഥ എങ്ങനെയാണ്? ബാദൽ ഛായി ഏക് ഗലീമേൻ, കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടിയ ആ തെരുവിൽ, ഗലി എന്ന് പറഞ്ഞ തെരുവ്, പാഞ്ച്വീം സെ ഛടീമേൻ, 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ, ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി, ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ബേലയെ കുറിച്ചാണ് പറയുന്നത്. ഉസ്കെ ഭൂരെ ബാൽ ബഹുട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഥേ. ഇനി പറയാണ്, അവളുടെ ഭൂരെ ബാൽ, ഭൂരെ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള, തവിട്ട് നിറത്തിലുള്ള മുടി, ബാൽ മുടി, ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ, നമ്മുടെ ബീർ ബഹൂട്ടി എടുത്ത് പറയുന്നുണ്ട്. ബീർ ബഹൂട്ടിയുടെ ചുവന്ന നിറമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ചുവന്ന നിറത്തിലുള്ള, ബീർ ബഹൂട്ടിയുടെ നിറത്തെ പോലെ ചുവന്ന നിറത്തിലുള്ള റിബണാണ് ആ തലയിൽ കെട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മുടിയിൽ. ദൂസരി ദിശാക്കോ, മറ്റേ ദിശയിൽ, ദിശാക്കോ ജാതി ഏക് ഗലിമേം, ഒരു തെരുവിൽ, പാഞ്ച്വീം സെ ഛടീമേം ഗയ ഏക് 11 സാൽ കാ ലഡ്ക ജാ രഹാ ഥാ. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ള ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്കി പിണ്ടലെ മേം വീർ ബഹൂട്ടി കെ രംഗ് കാ സ 1 ഇഞ്ച് ലംബ ഛോട്ട് കാ നിശാൻ ഥ. അവന്റെ കാൽമുട്ടിന് താഴെയുള്ള മാംസളമായ ഭാഗത്ത് വീർ ബഹൂട്ടിയുടെ നിറത്തെ പോലെ നിറമുള്ള 1 ഇഞ്ച് നീളമുള്ള മുറിവിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്. എല്ലായിടത്തും ഇപ്പോൾ സാഹിലിന്റെ മുറിവിനെയും
അതുപോലെ ബേലയുടെ മുടിയിൽ കെട്ടിയ റിബൺ, അതുപോലെ സാഹിലിന്റെ കണ്ണുകൾ, ഇങ്ങനെയെല്ലാം ബീർബഹുട്ടിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ പാഠത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണുക. പിന്നെ കുറെ പ്രാവശ്യം ഈ പാഠം വായിക്കുക. പുതിയ വാക്കുകളെല്ലാം എഴുതി പഠിക്കുക. ഈ പാഠത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.